സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ICI സ്റ്റഡി മെറ്റീരിയലിലെ കൺസോളിഡേഷൻ ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റിലെ സിനറി ബേസ്ഡ് ക്വസ്റ്റ്യനിലെ ഇലിസ്ട്രേഷൻ 10th ആണ് ചെയ്യാൻ പോകുന്നത്. ഇത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള പ്രോബ്ലം ആണിത്. സോ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഓൺ 31st March 2011 the balance sheet of H Limited and subsidiary S Limited ലിമിറ്റഡും സബ്സിഡറി എസ് ലിമിറ്റഡിൻ്റെയും ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ട്രേഡ് പേയബിൾ, ഷോർട്ട് ടേം പ്രൊവിഷൻസ്, അതർ കറന്റ് ലയബിലിറ്റീസ്, ഡിവിഡൻഡ് പേയബിൾ, ദെൻ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, നോൺ കറന്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ്. സോ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയുണ്ട്? 3000 ഉണ്ട്. ദെൻ ഇൻവെൻ്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതും കറണ്ട് അസറ്റ്സ് ആണ്. ദെൻ നോട്ട് സ്റ്റോക്ക് അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് എല്ലാം തന്നിട്ടുണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് റീഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, എച്ച് ലിമിറ്റഡ് പർച്ചേസ് 180 lakh ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ്. 150 ലക്ഷം ഷെയർസ് എസ് ലിമിറ്റഡ് എച്ച് ലിമിറ്റഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഷെയർസ് ഈക്വൽ ടു 180 lakhs ഓൺ 31st March 2010. 31st March 2010 ഡേറ്റ് ഓഫ് അക്വിസിഷൻ. 31st March 2011 ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ. The balance as a reserves and general reserves and P&L account of S Limited stood at 3 lakh and 1,200 lakh. General reserve profit and loss account 3,000 lakh 1,02,000 lakh. 3,000 ലക്ഷം ജനറൽ റിസർവ് ഉണ്ട് ഓപ്പണിംഗ് ബാലൻസ്. 1,200 ലക്ഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട് ബാലൻസ്. സോ സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റ് റീഡ് ചെയ്യാം. On 1st April 2010, S Limited declared a dividend at 20% for the year ended 31st March 2010. 31st March 2010 വരെയുള്ള ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 1st April 2010. ഓക്കെ, എത്ര? 20%. 31st March 2010 വരെ ഉള്ളത് അത് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ആണ്. അതെന്താണ് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്? H Limited credited the dividend received by its P&L account. But H Limited എന്താ ചെയ്തത്? അത് ഇൻവെസ്റ്റ്മെൻറ്റിന് കുറയ്ക്കുന്നതിന് പകരമായിട്ട് അവർ ഏതിൽ ക്രെഡിറ്റ് ചെയ്ത് വെച്ച്? P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത്. അതൊരു റോങ് എൻട്രിയാണ്. അത് എന്ത് എൻട്രിയാണ്? റോങ് എൻട്രി. ഓക്കെ. ദെൻ on 1st January 2011 S Limited issued 3 fully paid up bonus shares for every 5 shares. 3 every 5 shares. 1st January 2011 held out of balance of general reserve as on 31st March 2010. ജാനുവരി 1st 5 ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ബോണസ് ഷെയർസ്. അത് എന്ത് വെച്ചാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്? ഔട്ട് ഓഫ് ജനറൽ റിസർവ് ആസ് ഓൺ ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസിൽ എത്ര ജനറൽ റിസർവ് ഉണ്ടോ അത് യൂട്ടിലൈസ് ചെയ്താണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണത്. ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ 31st March 2011 എന്നിട്ട് കൺസോളിഡേഷൻ ഡേറ്റിൽ the bills payable S Limited balance sheet were acceptance in favor of H Limited, but on that date H Limited held only rupees 45 lakhs of the acceptance in hand. The rest have been endorsed in favor of its trade payables. ഇവിടെ ട്രേഡ് പേയബിൾസ് എത്രയുണ്ട്? ക്വസ്റ്റ്യനിലെ ട്രേഡ് പേയബിൾസ് എച്ച് ലിമിറ്റഡിൻ്റെ ട്രേഡ് പേയബിൾസ് എത്രയാണ്? എച്ച് ലിമിറ്റഡിൻ്റെ ട്രേഡ് പേയബിൾസിൽ 160. അതിൽ ബിൽസ് പേയബിൾ 160. എസ് ലിമിറ്റഡ് ബിൽസ് പേയബിളിൽ ബാലൻസ് ഷീറ്റിൽ അത് ആരുടെ ഫേവർ വെച്ചിട്ടാണ് അക്സെപ്റ്റ് ചെയ്തത്? എച്ച് ലിമിറ്റഡ് ഫേവർ വെച്ച് അക്സെപ്റ്റ് ചെയ്യുന്നത്. ബിൽസ് പേയബിൾ എസ് ലിമിറ്റഡിൽ എത്രയുണ്ട്? 160 ഉണ്ട്. 160. അതിൽ ബട്ട് ഓൺ ദാറ്റ് ഡേറ്റ്, അതായത് കൺസോളിഡേഷൻ ഡേറ്റിൽ എച്ച് ലിമിറ്റഡ് ഹെൽഡ് ഓൺലി 45 lakhs of acceptance in hand. The rest have been endorsed in favor of trade payables. ഇതിനകത്ത് ഈ 160ൽ 45 മാത്രമേ ആർക്കുള്ളൂ? ഹോൾഡിങ്ങിനുള്ളൂ. ബാക്കി 15 ആരുടെ? ഔട്ട്സൈഡേഴ്സിൻ്റെ. ഓക്കെ. 45. ഈ 160ൽ 45 മാത്രമേ ഹോൾഡിംഗ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാലൻസ് 115 എന്തുമാത്രമാണ്? ഔട്ട്സൈഡേഴ്സിൻ്റെ. അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിച്ചാൽ മതി. ഈ 45 എന്ന് പറയുന്നത് ട്രേഡ് ബിൽസ് പേയബിൾ അല്ലേ? സോ അത് മ്യൂച്വൽ ഓയിങ്സ് അല്ലേ? സോ 45 എവിടെ നിന്നും കുറയണം? ബിൽസ് പേ റിസീവബിൾ
45. അത്രയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. Then on 31st March 2011, S Limited inventory included goods which it had purchased for 100 lakhs from H Limited, which made a profit at 25% in S Limited. ഇത് അപ്സ്ട്രീം ആണോ ഡൗൺ സ്ട്രീം ട്രാൻസാക്ഷൻ എന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യുക? H Limited, S Limited. Purchased. S Limited inventory include goods which it had purchased for 100 lakhs from H Limited. H Limited നിന്ന് പർച്ചേസ് ചെയ്തേ. സോ ഇവിടെ നിന്ന് എങ്ങോട്ട് വന്ന് ഇത് എന്ത് സ്ട്രീമാണ്? ഡൗൺവേർഡ് സ്ട്രീം. ഓക്കെ, ഡൗൺവേർഡ് സ്ട്രീമാണ്. ദെൻ ഡൗൺ സ്ട്രീമിൽ എത്രയാണ് കോസ്റ്റ്? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. 25% ഓൺ കോസ്റ്റ്. ഇവിടെ 31st March 2011 എസ് ലിമിറ്റഡ് ഇൻവെന്ററിയിൽ 100 ലക്ഷം രൂപയുടെ സാധനം എച്ച് ലിമിറ്റഡ് വാങ്ങിച്ചതാണ്. സോ എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡ് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ അത് മ്യൂച്വലി സെറ്റ് ആവണ്ടേ. സോ പ്രോഫിറ്റ് അധികം ഉണ്ടാവും. 25 കോസ്റ്റിനേക്കാൾ 25% കൂടുതൽ വരുന്നുണ്ട്. ഇത് രണ്ടും കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ പ്രോഫിറ്റിൻ്റെ ആവശ്യമില്ല. അതാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. സോ 20 ഓൺ കോസ്റ്റാ. സോ 100 plus 25 equal to 125. So URP means unrealized profit equal to 100 into 125 divided by 125 equal to 20 unrealized profit. ഇതിൻ്റെ എഫക്റ്റ് എവിടെയാണ് വരുന്നത്? കൺസോളിഡേറ്റഡ് P&L. ഫസ്റ്റ് വൺ കൺസോളിഡേറ്റഡ് P&L കുറച്ച് കാണിക്കണം, മൈനസ് ചെയ്ത് കാണിക്കണം. ദെൻ സെക്കൻഡ് എഫക്റ്റ് വരുന്നത് ബാലൻസ് ഷീറ്റിൽ എന്ന് വെച്ചാൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? ഇൻവെൻ്ററിയിൽ നിന്ന് ഡിഡക്റ്റ് ഫ്രം ഇൻവെൻ്ററി. ഓക്കെ, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഡൗൺവേർഡ് സ്ട്രീം ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം? P&L നിന്ന് കൺസോളിഡേറ്റ് ഹോൾഡിംഗ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് P&L നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. സെക്കൻഡ് വൺ ഇൻവെൻ്ററി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഇൻവെൻ്ററിയിൽ നിന്ന് ഈ 20 lakhs അൺറിയലൈസ്ഡ് പ്രോഫിറ്റും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. സോ നമുക്ക് വർക്കിംഗ് നോട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് കണ്ടോ വർക്കിംഗ് നോട്ട് ഫസ്റ്റിന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? എൻ്റെ നോട്ടിങ് ഞാൻ ആൻസർ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ലിമിറ്റഡ് ആൻഡ് സബ്സിഡറി ആസ് ഓൺ 31st March 2011. ഇവിടെ എന്ത് എഴുതിയിരിക്കണം? ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ലിമിറ്റഡ് ആൻഡ് സബ്സിഡറി ആസ് ഓൺ 31st March 2011 എഴുതിയില്ലെങ്കിൽ മാർക്ക് കട്ട് ചെയ്ത് കളയും. ഓക്കെ, അത് എഴുതണം. ദെൻ പർട്ടിക്കുലേഴ്സ് നോട്ട് നമ്പർ ഇതെല്ലാം എഴുതിയിരിക്കണം. കമ്പൽസറി റുപ്പീസ് ഇൻ ലാക്സ്. ഓക്കെ, റുപ്പീസ് ഇൻ ലാക്സ് കമ്പൽസറി ആയിട്ട് എഴുതിയിരിക്കണം. ദെൻ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്തൊക്കെ വരുന്നുണ്ട്? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ്, നോൺ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ്. അതിനകത്ത് ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എഴുതാൻ വിട്ടുപോകരുത്. ഓക്കെ, ദെൻ ആസ് യൂഷ്വൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ് സർപ്ലസ് നമ്മൾ എഴുതാം. താഴെ വരെ എഴുതാം. അത് നമുക്ക് ലാസ്റ്റ് ഫില്ല് ചെയ്യാം. അതിന് പേജസ് വിടാം. 1 2 3 4 5 പേജസ് വിട്ടിട്ട് വർക്കിംഗ് നോട്ട് ചെയ്ത് തുടങ്ങി. എപ്പോഴും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റും നോട്ട് സ്റ്റോക്കിലും ഫസ്റ്റിലേ എഴുതണം. ഫസ്റ്റിലേ എഴുതില്ലെങ്കിൽ 5 മാർക്ക് വരെ ഡിഡക്റ്റ് ചെയ്ത് കളയും. ദെൻ വർക്കിംഗ് നോട്ട് മെത്തേഡ് ഓഫ് കൺസോളിഡേഷൻ ടോട്ടൽ കൺസോളിഡേഷൻ ടെക്നിക്കാണ്. ദെൻ വർക്കിംഗ് നോട്ട് ടു ഡേറ്റ് ഓഫ് കൺട്രോൾ 31st March 2010 നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, നമ്മളോട് പറയുന്നത് ക്വസ്റ്റ്യനിൽ എച്ച് ലിമിറ്റഡ് അക്വയർ 180 lakh ഷെയർസ് ഇൻ എച്ച് ലിമിറ്റഡ് 31st March 2010 പറയുന്നുണ്ട്. സോ അതാണ് ഡേറ്റ് ഓഫ് കൺട്രോൾ. ദെൻ കൺസോളിഡേഷൻ വന്നത് 31st March 2011. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന നോട്ടിൽ. ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ, ഡേറ്റ് ഓഫ് കൺട്രോൾ എഴുതി. ദെൻ വർക്കിംഗ് നോട്ട് ഫോർ പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ. ഇവിടെ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് കൺട്രോൾ മിസ്സിംഗ് ആണ്. നമ്പർ ഓഫ് ഷെയർസ് ആണ് പർച്ചേസ് ചെയ്ത് മാത്രമേ പറയുന്നുള്ളൂ.
ഇതിനകത്ത് ഹിഡൻ എന്ന് വെച്ചാൽ ബോണസ് ആണ്. ബോണസ് വെച്ചാണ് ബോണസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്ജസ്റ്റ്മെന്റ്. അത് ക്ലിയർ ചെയ്ത് ബാലൻസ് എല്ലാം നമ്മുടെ ആൻസർ ശരിയായിട്ട് വരും. സോ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാം. ഇതൊരു ഗ്രാഫ്. ഓക്കെ, 31st March 2010 നമ്മൾ അക്വയർ ചെയ്തത്, പർച്ചേസ് ചെയ്തത്. ദെൻ ഇവിടെ എന്താണ്, ഇവിടെ 31st March 2010 നമ്മൾ വാങ്ങിച്ചത്. ഇവിടെ ക്ലോസിംഗിൽ എത്രയുണ്ട്? ക്ലോസിംഗിൽ ബാലൻസ് ഷീറ്റ് പറയുന്നുണ്ട്. ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് പറയുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്ലോസിംഗ് എത്രയുണ്ട്? 4800 ഉണ്ട്. എസ് ലിമിറ്റഡ് ഉണ്ട്. സോ അതാണ് ക്ലോസിംഗ് നമുക്കറിയാം. പിന്നെ എന്താണ്, 180 lakh ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് ആണ് വാങ്ങിയത് നമുക്കറിയാം. ഇത് മാത്രമേ നമ്മുടെ ഉള്ളൂ. ഇത് വെച്ച് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് കൺട്രോളും കണ്ടുപിടിക്കാം. നമുക്ക് എത്ര ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നും കണ്ടുപിടിക്കാം. ഓക്കെ, സോ 4800. ദെൻ ഓപ്പണിംഗ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഓപ്പണിംഗ് നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. ഓപ്പണിംഗ് ഈസ് മിസ്സിങ്. ഓക്കെ, ദെൻ നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ എത്രയാണ് ബോണസ് ഇഷ്യൂ ചെയ്യുകയെന്ന് പറയുന്നത്. ഓൺ 1st January 2011 എസ് ലിമിറ്റഡ് ഇഷ്യൂ 3 out of 5. 5 ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ വെച്ച് ബോണസ് ഇഷ്യൂ ചെയ്തു തുടങ്ങി, ഔട്ട് ഓഫ് ജനറൽ റിസർവ്. സോ 3:5 സോ 3:5. സോ ടോട്ടൽ ക്ലോസിങ് 8 ആയിരിക്കും ലാസ്റ്റ് വരുമ്പോൾ. എന്ന് വെച്ചാൽ 5 ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ വെച്ച് കൊടുക്കുക. സോ ഓപ്പണിങ്ങിൽ എത്ര ഷെയർ ഉണ്ടാവും? 5 ഷെയർ ഉണ്ടാവും. സോ ആ 5 ഷെയർ നമ്മളിവിടെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞ് 5 എഴുതി. ബോണസ് എത്രയാണ്? 3. 5 ഉള്ളവർക്ക് 3 എണ്ണം വെച്ച് കൊടുത്തു. സോ 3. സോ ക്ലോസിംഗിൽ എത്ര വരണം? 8 ഷെയർസ് വെച്ച് വരണം. സോ നമുക്ക് ക്ലോസിംഗ് ഓൾറെഡി അറിയാം എത്ര? 4800. സോ 4800 എഴുതാം. ദെൻ ബോണസ് എത്ര ഉണ്ടെന്ന് അറിയാം. നമ്മൾ എന്ത് ചെയ്യണം? 4800 × 3/8 1800. 4800 × 3/8 5/8 3000. സോ ഓപ്പണിംഗിൽ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട്? ഇക്വിറ്റി ഷെയർസ് 3000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. സോ അതും നമ്മൾ കണ്ടുപിടിച്ച്. ഓപ്പണിംഗിൽ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിടായിരുന്നു. സോ നമ്മൾ ഓപ്പണിംഗിൽ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ടെന്നും കണ്ടുപിടിച്ച്, ബോണസ് എത്ര ഉണ്ടെന്നും കണ്ടുപിടിച്ച്. സോ പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ്. നമ്പർ ഓഫ് ഷെയർസ് എത്ര ഹെൽഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു? 180 lakh ഷെയർസ്. സോ 180 lakh ഷെയർസ്. ദെൻ ടോട്ടൽ ഷെയർസ് 300. 3300 വന്നതെന്ന് വെച്ചാൽ ഇത് വാല്യൂ ആണ്. ഈ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂവിലാണ്. ഓക്കെ, ഇത്രയും വരുന്ന വാല്യൂവിൽ ഞാൻ കണ്ടുപിടിച്ചത്. നമുക്ക് ടോട്ടൽ ഷെയർസ് എന്ന് പറയുമ്പോൾ 3000 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു എത്ര വരും? 300 ഷെയർസ് വരും. അതാണ് ഇവിടെ 300 ഷെയർസും പറഞ്ഞ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് വാല്യൂസ്, അതാണ് റുപ്പീസ് ഇൻ ലാക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് നമ്പർ ഓഫ് ഷെയർസ് ആണ്. സോ 180 lakhs ഡിവൈഡഡ് ബൈ 300 × 100 ഈക്വൽ ടു 60%. പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ്, പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ കിട്ടി. ദെൻ പെർസെൻറ്റേജ് ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാ? പെർസെൻറ്റേജ് ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് 100 - 60 40%. ദെൻ ബോണസ് ഷെയർസ് നമുക്കറിയാം. ബോണസ് ഷെയർസ് ഓൾറെഡി 300 lakh ഷെയർസ് ഉണ്ട്. 300 lakh ഷെയർസിന് 3/5 വെച്ചാണ് കൊടുക്കുന്നത്. സോ 180 lakh ഷെയർസ് ആണ് അത്. അല്ലെങ്കിൽ ഈ 1800 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 1800 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 180. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ല വേറെ മെത്തഡ് ഒന്ന് എഴുതിയിടാം. 1800 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 180. ഇതും ബോണസ് ആണ്. ഓക്കെ, ദെൻ വർക്ക് നോട്ട് 5ലേക്ക് പോവാം നമുക്ക്. ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ ഓപ്പണിംഗ് തന്നിട്ടില്ല, ക്ലോസിംഗ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് 4800 ആണ്. ദെൻ ഈ ക്ലോസിംഗിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ബോണസ് ഷെയർസ് ഇൻക്ലൂഡഡ് ആണ്. കാരണം ക്വസ്റ്റിന് പറയുന്നത് 1st January 2011 ബോണസ് ഇഷ്യൂ ചെയ്ത് 5 ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ വെച്ച്. സോ ഓപ്പണിംഗ് എത്രയാണ് നമുക്ക് അറിയില്ല. ഓപ്പണിംഗ് നമ്മൾ എന്തായിട്ട് എടുത്ത്? 5 ആയിട്ട് എടുത്തു. കാരണം 5 ഉള്ളവർക്കാണ് 3 വെച്ച് കൊടുക്കണം. സോ ഓപ്പണിംഗ് 5 വേണ്ടത് നമുക്കറിയാം. സോ ബോണസ് 3 ആണ്. സോ ക്ലോസിംഗിൽ 8 ആണ്. സോ ക്ലോസിംഗിൽ 8 ആണെങ്കിൽ വാല്യൂ 4800 lakhs ആണ്. സോ ദെൻ 3 ഉം 5 വെച്ച് വരുമ്പോൾ എത്ര വരുമെന്ന് ഷെയർസ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച്. ദെൻ
നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്തത്, അയാൾ ഹോൾഡ് ചെയ്യുന്ന എത്ര 180 lakh ഷെയർസ് ആണ് പർച്ചേസ് എന്ന് പറയുന്നുണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർസ് ഓപ്പണിംഗിൽ എത്ര ഉണ്ടായിരുന്നു, ഓപ്പണിംഗിൽ 300 ഷെയർസ് ഉണ്ടായിരുന്നു. 3000 വാല്യൂ ഡിവൈഡ് ബൈ ₹10 ഈക്വൽ ടു 300 ഷെയർസ് ഉണ്ടായിരുന്നു. സോ അത് 180 lakhs ഡിവൈഡ് ബൈ 300 lakh ഷെയർസ് ഇൻറ്റു 100 ഇപ്പോൾ 60 lakhs. സോ മൈനോറിറ്റി ഇൻട്രസ്റ്റ് 100 - 60% കിട്ടി 40% കിട്ടി. അതാണ് ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇതിൽ. ഓക്കെ, then working note 5. Net worth analysis of subsidiary company as on date of consolidation with respect to date of control rupees and lakhsലാണ്. സോ നമ്മൾ ക്യാപിറ്റൽ ഷെയർ റവന്യൂ ഷെയറും ഡിവൈഡ് ചെയ്യാൻ പോവാണ് മൈനോറിറ്റിയും ഹോൾഡിങ്ങിന് വേണ്ടി. സോ പ്രീ അക്വിസിഷൻ, പോസ്റ്റ് അക്വിസിഷൻ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡിംഗ് ബോണസ്, ദെൻ ജനറൽ റിസർവ്, P&L സെക്യൂരിറ്റി പ്രീമിയം, അതർ റിസർവ്സ് ഒന്നും അതിനകത്തിൽ ഇത്രയേ ഉള്ളൂ. സോ ദെൻ നമ്മൾ ആദ്യം തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4800 ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. കാരണം ഇത് ആഫ്റ്റർ ഇഷ്യൂ ബോണസ് ഷെയർസിന്റെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. സോ അതിനകത്ത് ബോണസ് ഇൻക്ലൂഡഡ് ആണ് 4800. ദെൻ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. വർക്കിംഗ് നോട്ട് 5, ഡിറ്റർമിനേഷൻ ഓഫ് പ്രീ അക്വിസിഷൻ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ ഫോർ ദ പർപ്പസ് ഓഫ് റിസർവ്. മേളത്തിന് വേണ്ടിയാണ് നമ്മൾ വർക്കിംഗ് നോട്ട് 5 കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് വൺ ജെൻഡർ റിസർവ്. ജെൻഡർ റിസർവിൽ എന്താണ് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? ജെൻഡർ റിസർവിൽ ഓപ്പണിംഗ് ബാലൻസ് നമ്മളത് പറയുന്നുണ്ട് എത്രയാന്ന്. ഓപ്പണിംഗ് ജെൻഡർ റിസർവ് ഓപ്പണിംഗ് ബാലൻസ് 300 lakhs പറയുന്നുണ്ട്. അത് നമ്മൾ നേരെ എടുത്തു വിടരുത്. ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? 300 lakhs. ദെൻ ഇതിന്റെ എങ്ങനെയാണ് എഴുതേണ്ടത്? ഇപ്പൊ നമുക്കൊരു ജെൻഡർ റിസർവ് ഇത് കാണണമെങ്കിൽ ഉടനെ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കണം. ജെൻഡർ റിസർവ് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് ട്രാൻസ്ഫർ ഫ്രം P&L. P&L തന്നെ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ മാത്രമേ കൂടത്തുള്ളൂ. മൈനസ് അപ്രോപ്രിയേഷൻ, ഡിവിഡൻഡ് കൊടുക്കാം, ബോണസ് ഇഷ്യൂ ചെയ്യാം. ദെൻ ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടാകും. ബാലൻസ് ഷീറ്റ് ജെൻഡർ റിസർവിൽ 1380. ഓക്കെ, 1380 തന്നിട്ടുണ്ട്. സോ 1380. ദെൻ ബോണസ് ഇഷ്യൂ ചെയ്തത് നമ്മൾ ബോണസ് എത്ര ഇഷ്യൂ ചെയ്ത് വാല്യൂല് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബോണസ് ഇഷ്യൂ ചെയ്തത് 1800. നിങ്ങൾ ഓൾറെഡി ബോണസ് കണ്ടുപിടിച്ചിട്ടുണ്ട് 1800. ഓക്കെ, 1800. ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റിൽ എടുത്ത് പറയുന്നുണ്ട്. On 1st January 2011, S Limited issued 3 fully paid shares, 5 shares out of balances of general reserve as on 31st March 2009. ഓപ്പണിംഗ് ജനറൽ റിസർവിന്റെ ഓപ്പണിംഗ് ബാലൻസ് വെച്ചാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ഷെയർ ആണ്. സോ ബോണസ് 1800 എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു 1800. ഓക്കെ, സോ ബാലൻസിങ് ഫിഗർ എത്ര വരുന്നുണ്ട്? ബാലൻസിങ് ഫിഗർ 180. സോ ഇതിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ട്രാൻസ്ഫർ ഫ്രം P&L അത് ഈ വർഷം നടന്ന കാര്യമാണ്, അത് റവന്യൂ ആയിട്ട് വരും. ദ ബോണസ് ഷെയർസ് നമ്മളടുത്ത് പറയുന്നുണ്ട് ഔട്ട് ഓഫ് ജനറൽ റിസർവ് ആസ് ഓൺ 31st March 2010. 2011 അല്ല, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഔട്ട് ഓഫ് ജനറൽ റിസർവ് ആസ് ഓൺ 31st March 2010 ആണ്. 2011 വെച്ചല്ല. 2011 ആയിരുന്നെങ്കിൽ റവന്യൂ ഷെയറിൽ വന്നാണ്. 2010 ആയതുകൊണ്ടാണ് അത് 1800. കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നത് ജനറൽ റിസർവ് ഉപയോഗിച്ചാണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. ജനറൽ റിസർവ് ഓപ്പണിംഗ് ബാലൻസിൽ ജനറൽ റിസർവ് യൂട്ടിലൈസ് ചെയ്താണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ഷെയർ എത്ര വന്ന്? 1200. റവന്യൂ ഷെയർ 180 വന്നു. ദെൻ സെക്കൻഡ് P&L അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ 1200 തന്നിട്ടുണ്ട്. 1200 തന്നിട്ടുണ്ട് ഓപ്പണിംഗ് ബാലൻസ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കാം. ക്ലോസിംഗ് ബാലൻസ് 1620 ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അത് നേരെ എടുത്ത് ഇവിടെ എഴുതാം.
ക്ലോസിംഗ് ബാലൻസ് 160. ദെൻ നമ്മൾ ഇടുന്ന ഓൾറെഡി ബാലൻസ് ഫിഗർ ട്രാൻസ്ഫോം പി ആൻഡ് എല്ലിന് ട്രാൻസ്ഫർ ചെയ്ത് വന്നാണ്. അതിനകത്ത് അപ്രോപ്രിയേറ്റ് ചെയ്ത് പോയതായിരിക്കും, അതും എടുത്തത് 180. ദെൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഓൺ ഫസ്റ്റ് April 2010 S Limited declared a dividend at 20% for the year ended 31st March 2010. 31 മാർച്ച് 2010 വരെയുള്ള ഡിവിഡൻഡ് 20% ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് എച്ച് ലിമിറ്റഡ് ക്രെഡിറ്റഡ് ദി ഡിവിഡൻഡ് റിസീവ്ഡ് ബൈ ഇറ്റ് ടു ഇറ്റ്സ് P&L അക്കൗണ്ട്. സോ അതെന്താണ്? പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. 31 മാർച്ച് 2010 വരെയുള്ള ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്, അത് നമുക്ക് അവകാശപ്പെട്ടതല്ല. അത് അവര് ഷെയർസ് അക്വയർ ചെയ്തതിന് മുന്നേ വരെയുള്ള ഡിവിഡൻഡാ, അത് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് P&L നിന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. എച്ച് ലിമിറ്റഡ് എന്ത് ചെയ്ത്? P&L നിന്ന് ക്രെഡിറ്റ് ചെയ്ത്. സോ ആദ്യം നമുക്ക് ഈ എൻട്രി നോക്കാം. ഇവിടം വരെ ഉള്ളത്, എവിടം വരെ ഉള്ളത്? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് ഇവിടം വരെ ഉള്ളത് നോക്കാം. ഓക്കെ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് അത് P&L നിന്ന് പോകണം. ജനറൽ റിസർവ് എന്നാണ് പറയുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ P&L നിന്ന് ഡിവിഡൻഡ് കുറയ്ക്കുന്നത്. സോ ഡിവിഡൻഡ് 3000 ഉണ്ട്. ഓപ്പണിംഗിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഓപ്പണിംഗ് 3000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, അതിന്റെ ഡിവിഡൻഡാ, കാരണം അക്വയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാ. സോ ഓപ്പണിംഗ് 3000, ഇവിടെ നമ്മൾ 4800 എടുക്കരുത്. 4800 എന്ന് പറഞ്ഞാൽ നമ്മൾ അക്വയർ ചെയ്ത് ബോണസ് കൂടെ കിട്ടിയിട്ടുള്ള ഇക്വിറ്റി ഷെയർസാ. ഡിവിഡൻഡ് ഡിക്ലെയർ എന്നത്തേന് 31st March 2010 വരെയുള്ള ഇക്വിറ്റി ഷെയർസിനെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തേക്കണേ. സോ ഓപ്പണിംഗ് എത്രയാണ്? 3000 ആണ്. സോ 3000 ഇൻറ്റു 20%, 600 ഉണ്ട്. ഈ 600 ആർക്കൊക്കെ അവകാശപ്പെട്ടതാ? ഹോൾഡിങ്ങിനും മൈനോറിറ്റിക്ക് ഇൻട്രസ്റ്റ്. ഓക്കെ, പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് 600. സോ ഡിവിഡൻഡ് 600 കിട്ടി. സോ ബാലൻസിങ് ഫിഗർ എത്ര ഉണ്ടായിരിക്കും? ദിസ് ഈസ് ബാലൻസിങ് ഫിഗർ. ബാലൻസിങ് ഫിഗർ 1200. ഓക്കെ, സോ ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് 1200 ക്യാപിറ്റൽ ഷെയർ ആയിരിക്കും. ദെൻ കറന്റ് ഇയർ പ്രോഫിറ്റ് ഈ വർഷം നടന്നതാണ്, അത് റവന്യൂ ആയിരിക്കും. ഡിവിഡൻഡ് പ്രീ അക്വിസിഷൻ അക്വയർ ചെയ്യുന്നതിന് മുന്നുള്ളത്, അത് ക്യാപിറ്റൽ ആയിരിക്കും. ദെൻ ട്രാൻസ്ഫർ ടു P&L, ഇവിടെ P&L ട്രാൻസ്ഫർ ചെയ്ത് റവന്യൂ ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യുക? റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡും തെറ്റിച്ച് കളയരുത്. ഇവിടെ തെറ്റിച്ച് കളയാനുള്ളത് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എന്താണ്? ക്യാപിറ്റൽ ആണ്. ദെൻ ബോണസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ജനറൽ റിസർവ് യൂട്ടിലൈസ് ചെയ്താണ്. സോ അതും എന്താണ്? ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഇതിലിവിടെ രണ്ട് ഡിവിഡൻഡും ജനറൽ റിസർവും ഡിവിഡൻഡും ബോണസ് ഇഷ്യൂ ചെയ്തതും ക്യാപിറ്റൽ ആണ്. ഓക്കെ, സോ ഇവിടുത്തെ ക്യാപിറ്റൽ ഷെയർ നമ്മൾ എടുക്കുക. 1200 മൈനസ് 600, റവന്യൂ ഷെയർ 1020. ഇത് നേരെ നമ്മൾ ഇവിടുത്തെ വർക്കിനോട്ടിൽ എടുത്തത്. ജനറൽ റിസർവ് ക്യാപിറ്റൽ ഷെയർ, ജനറൽ റിസർവിൽ ക്യാപിറ്റൽ ഷെയർ എത്രയുണ്ട്? ക്യാപിറ്റൽ ഷെയർ 1200, അത് ഇവിടെ എടുത്ത് എഴുതി 1200. ദെൻ റവന്യൂ ഷെയർ എത്രയുണ്ട്? റവന്യൂ ഷെയർ 180 ഉണ്ട്, അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ദെൻ P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് വരുമ്പോൾ ക്യാപിറ്റൽ ഷെയർ നമ്മൾ കണ്ടുപിടിച്ച് 600ഉം റവന്യൂ ഷെയറും 102. നേരെ വർക്കിനോട്ടിൽ എടുത്ത് ചെയ്താൽ 600ഉം 102. ദെൻ ഇതെന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 6600, 1200. ദെൻ ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റിനും എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് 60% വെച്ച് ഇത് 60% ചെയ്യുമ്പോൾ 3960. ദെൻ 6600 ഇൻറ്റു 40% 2640. ഇവിടെ 720, ഇവിടെ 480. ഓക്കെ, ഈ ഹോൾഡിംഗ് കമ്പനിയുടെ ഈ എമൗണ്ട് എങ്ങോട്ട് പോകും? ഇത് വർക്ക് നോട്ട് 6ലേക്കും പോകും, വർക്ക് നോട്ട് 7ലേക്കും പോകും. ഇത് വർക്ക് നോട്ട് 7 ഇത് വർക്ക് നോട്ട് 7ലേക്കും ഇത് വർക്ക് നോട്ട് 8ലേക്കും പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വർക്ക് നോട്ട് 6, കോസ്റ്റ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് ഓഫ് കൺട്രോൾ ഷെയർ ഇൻ നെറ്റ് സബ്സിഡി കമ്പനി ക്യാപിറ്റൽ ഷെയർ, അത് നമ്മളിവിടെ വർക്ക് നോട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വർക്ക് നോട്ട് 6 പോകും, 3960, അത് ഇവിടെ എടുത്ത് എഴുതുക. ദെൻ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ 3000 ആണ്, നമ്മൾ ബാലൻസ് ഷീറ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 3000 ആണ്.
3000 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഷീറ്റിൽ ഇറ്റ് ഈസ് ഗിവൺ ഇൻ ബാലൻസ് ഷീറ്റ്. ആരുടെ ബാലൻസ് ഷീറ്റ്? എച്ച് ലിമിറ്റിലെ ബാലൻസ് ഷീറ്റിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതല്ല എച്ച് ലിമിറ്റഡ്, അവരുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. ദെൻ അവിടെ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് അവിടെ പറയുന്നുണ്ട് നമ്മൾ റോങ് ആയിട്ട് പി ആൻഡ് എല്ലിലേക്ക് ഡെബിറ്റ് ചെയ്ത്. സോ കറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട്, കറക്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെയാണ്. ബട്ട് നമ്മൾ റോങ് എൻട്രി എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ എഴുതി വെച്ചേക്കണ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു പി ആൻഡ് എൽ. സോ ഇതിന് എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യണം. റെക്ടിഫൈ എൻട്രി എങ്ങനെ വരും? റെക്ടിഫൈങ് എൻട്രി വരുന്നത് ഈ പി ആൻഡ് എല്ലിനെ റിവേഴ്സ് ചെയ്യണം. പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻവെസ്റ്റ്മെന്റ്, റിവേഴ്സ് ചെയ്ത്. ഓക്കെ, ഇങ്ങനെ വരും. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. കറക്റ്റ് എൻട്രി bank account debit to investment in subsidiary company. But wrong entry എന്താണ്? bank account debit to P&L. ഇങ്ങനെയാണ് അവർ wrong ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. സോ നമുക്കിത് എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യണം. സോ റെക്ടിഫൈങ് എൻട്രി ഈ പി ആൻഡ് എല്ലിനെ, ഈ പി ആൻഡ് എൽ നമുക്ക് ക്യാൻസൽ ചെയ്യണം. ഈ പി ആൻഡ് എൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പി ആൻഡ് എൽ എന്തിലാണ് കിടക്കണം? ക്രെഡിറ്റിൽ. പി ആൻഡ് എൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ പി ആൻഡ് എല്ലിനെ ഡെബിറ്റ് ചെയ്യാം. സോ പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇത്രയേ ഉള്ളൂ. ഈ പി ആൻഡ് എൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിവിഡൻഡ് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് നമുക്ക് എത്ര കിട്ടിയിട്ട് ഡിവിഡൻഡ്? നമുക്ക് ഡിവിഡൻഡ് 600 കിട്ടി. 600 ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത് ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? ഒന്ന് ഹോൾഡിംഗ് കമ്പനിക്കും ഒന്ന് മൈനോറിറ്റി ഇൻട്രസ്റ്റിന്. അപ്പോൾ ഇവിടെ ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര പെർസെൻറ്റ്? 60%. സോ 3000 × 20 × 60% 360 കിട്ടി. ഇതെന്ത് ചെയ്യാണ്? ഇത് റിവൈസ്ഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുക. ക്യാപിറ്റൽ റിസർവ് ആണോ ഗുഡ് വിൽ ആണെന്ന് കണ്ടുപിടിക്കാം. 3960 നെറ്റ് വാല്യൂ ഉള്ള അസറ്റ്സ് നമ്മൾ 2640 രൂപയ്ക്ക് വാങ്ങി. അവിടെ നമ്മൾ അധികം വാല്യൂ ഉള്ളതിന് കുറച്ച് കോസ്റ്റ് കൊടുത്താണ് വാങ്ങിയത്. എന്ന് വെച്ചാൽ 3960 3916 വാല്യൂ ഉള്ള ഷെയർസ് നെറ്റ് അസറ്റ്സിനെ നമ്മൾ 2640 കൊടുത്ത് വാങ്ങി. അവിടെ നമുക്ക് എന്തുണ്ടാവുന്നത്? ക്യാപിറ്റൽ റിസർവ്, ലാഭമാണ്. അവിടെ ഗെയിൻ ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ 2640 രൂപ കൊടുത്ത് 3960 രൂപയുടെ സാധനം വാങ്ങി. അവിടെ ഗെയിൻ ഉണ്ടാണ്. സോ ക്യാപിറ്റൽ റിസർവ് ആസ് പെർ AS21. ഓക്കെ, ദെൻ അങ്ങനെ ക്യാപിറ്റൽ റിസർവ് കണ്ടുപിടിച്ച് അത് ബാലൻസ് ഷീറ്റിൽ പോയ എമൗണ്ട്. ദെൻ വർക്ക് നോട്ട് 7 മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. അത് ക്യാപിറ്റൽ ഷെയറിംഗ് നെറ്റ്വർത്തും റവന്യൂ ഷെയറിംഗ് നെറ്റ്വർത്ത്. ക്യാപിറ്റൽ ഷെയർ റവന്യൂ നെറ്റ്വർത്ത് നമ്മൾ വർക്ക് നോട്ട് 5 കണ്ടുപിടിക്കണം. വർക്ക് നോട്ട് 7 എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. 2640 2640യും 480. ഓക്കെ, അത് രണ്ടും നമ്മൾക്കിവിടെ എടുത്ത് എഴുതാം. 2640യും 480 3120 അത് ബാലൻസ് ഷീറ്റ് ഇട്ട് പോകും. ദെൻ വർക്ക് നോട്ട് 8 കൺസോളിഡേറ്റഡ് റവന്യൂ റിസർവ്സ് ഹോൾഡിംഗ് കമ്പനി. അത് ജനറൽ റിസർവും പി ആൻഡ് എൽ മാത്രമല്ല, രണ്ടിനും ഡിവൈഡ് ചെയ്ത് കാണിക്കുക. കാരണം ബാലൻസ് ഷീറ്റിൽ എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി. സോ ഓൺ റിസർവ്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി 2784ഉം 2715 ഉണ്ട്. അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. ഓൺ റിസർവ് 2784ഉം 2715ഉം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹോൾഡിംഗ് കമ്പനിയുടെ ഓൺ റിസർവ്സ്. ദെൻ റവന്യൂ ഷെയറിംഗ് നെറ്റ്വർത്ത് നമ്മൾ വർക്ക് നോട്ട് 5 കണ്ടുപിടിക്കും. എവിടെ വർക്ക് നോട്ട് 5? വർക്ക് നോട്ട് 5 ഇതേ കിടക്കുന്നു. ഞാൻ പറഞ്ഞ ഇത് ഇതിനകത്തോട്ട് പോകുന്നു. 8ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക്, 8ാമത്തെ വർക്ക് നോട്ടിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ ഇത് നമ്മളിനി എന്ത് ചെയ്യണം? റവന്യൂയിലേക്കും ഇത് നമ്മൾ ജനറൽ റിസർവിലേക്കും പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക? ഇവിടെ ഓൾറെഡി ജനറൽ റിസർവ് 180 ഉണ്ട്. അല്ല 1 lakh അല്ല 180 ഉണ്ട്. സോ 180 into 60%. ദെൻ ഇവിടെ ഒരു എമൗണ്ട് കിട്ടി. എത്ര എമൗണ്ട് അവിടെ കിട്ടുന്നത് നമുക്ക്?
108 കിട്ടും. സോ 108. അപ്പോൾ പി ആൻഡ് എൽ എത്ര വരും? ടോട്ടൽ എത്രയാണ് പോകേണ്ടത്? 720 മൈനസ് 108 ഈക്വൽ ടു 612 വരും. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ജനറൽ റിസർവ് 720 അല്ല, ജനറൽ റിസർവ് അല്ല, ഈ 720 എമൗണ്ട് എങ്ങോട്ട് പോകും? റവന്യൂ ഷെയർ ആയി 720 നമ്മൾ കൺസോളിഡേറ്റഡ് പി ആൻഡ് എല്ലിലേക്ക് പോകും, ഹോൾഡിംഗ് കമ്പനിയുടെ. സോ അവിടെ ജനറൽ റിസർവിനും പി ആൻഡ് എല്ലിനും ഡിവൈഡ് ചെയ്യണം. ഇത് രണ്ടും മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്, രണ്ടും കൂടി ഒരുമിച്ചാണ് കിടക്കുന്നത്. സോ എന്ത് ചെയ്യണം? ഈ 180, ഈ ജനറൽ റിസർവിൻ്റെ 180 60% ഹോൾഡിംഗ് കമ്പനിക്ക് ഉള്ളതല്ലേ, ആ 180 ജനറൽ റിസർവിലേക്ക് എഴുതുക. അതാണ് 180 നമ്മൾ കണ്ടുപിടിച്ചത്. 108 ഇത്രയും പോകും. ദെൻ ബാലൻസ് 720 മൈനസ് 108 ഈക്വൽ ടു 612 എങ്ങോട്ട് പോകും? അത് പി ആൻഡ് എല്ലിലേക്കും പോകും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. 108ഉം 612. ദെൻ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എന്തുണ്ട്? 360 ഉണ്ട്. ഇവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഡൗൺ സ്ട്രീം ട്രാൻസാക്ഷൻ ആണ് ഇവിടെ ഓൾറെഡി എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട്. 20. ഇത് എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞത്? ഒന്ന് ഫസ്റ്റ് കൺസോളിഡേറ്റഡ് പി ആൻഡ് എല്ലിൽ ഡിഡക്ട് ചെയ്ത് കാണിക്കുക. ദെൻ ഇൻവെൻട്രി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഇൻവെൻട്രിന്നും കുറച്ച് കാണിക്കാം. സോ കൺസോളിഡേറ്റഡ് പി ആൻഡിൽ ഇവിടെ പി ആൻഡ് എല്ലിൽ ഞാൻ എന്ത് ചെയ്തു? 20 ആയിട്ട് കുറച്ച് കാണിച്ച്. സോ ടോട്ടൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോകും, ജനറൽ റിസർവും പി ആൻഡ് എല്ലും പറഞ്ഞു. അതാണ് ഇവിടെ വർക്കിംഗ് നോട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചത് നേരത്തെ ചെയ്താൽ മതി. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, സോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഈ രീതിയിൽ കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നേരെ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് അതല്ല എഴുതി നോട്ട്സ് ടു അക്കൗണ്ട് വരാം. നോട്ട്സ് ടു അക്കൗണ്ടിൽ നമുക്ക് ക്വസ്റ്റിൽ എന്തുണ്ട്? ഓതറൈസ്. ക്വസ്റ്റിലും തന്നാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എഴുതണം. ഓക്കെ, ക്വസ്റ്റിലും തന്നാലും ഇല്ലെങ്കിൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എഴുതണം. ദെൻ ആ എമൗണ്ട്, ക്വസ്റ്റിൽ തന്ന എമൗണ്ട് എടുത്ത് എഴുതാം. ദെൻ ഇഷ്യൂഡ് സബ്സ്ക്രൈബ് ആൻഡ് പെയ്ഡ് അപ്പ് 1200 ഇക്വിറ്റി ഷെയർസ് റുപ്പി 10 12,000. ഇതെല്ലാം ക്വസ്റ്റിനിൽ ഹോൾഡ് കമ്പനി ലൈൻ ബൈ നമ്മൾ ആഡ് ചെയ്താൽ മതി. ബട്ട് എന്ത് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസോഴ്സ് ആൻഡ് സർപ്ലസ് അങ്ങനെ ലൈൻ ബൈ ലൈൻ ആഡ് ചെയ്യരുത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ലൈൻ ബൈ ലൈൻ ആഡ് ചെയ്യണം. സോ 12,000 കിട്ടി. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ വർക്കിംഗ് നോട്ട് 7ൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് 3120. ക്യാപിറ്റൽ റിസർവ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ നമുക്ക് കിട്ടി, വർക്കിംഗ് നോട്ട് 6ലുണ്ട്. ജനറൽ റിസർവ് 2892. ദെൻ പി ആൻഡിൽ വർക്കിംഗ് നോട്ട് 824 ടോട്ടൽ ഇത് കിട്ടി. ദെൻ ട്രേഡ് പേബിൾസ്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ടോട്ടൽ കാണാം. ബിൽസ് പേബിളും ടോട്ടൽ കാണാം. ദെൻ മ്യൂച്വൽ ഓയിങ്സ് അവിടെ 45 വരുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത്, അത് ഒന്നുകൂടും പറയാം ഞാൻ. എസ് ലിമിറ്റഡിൻ്റെ ബിൽസ് പേയബിൾ, എസ് ലിമിറ്റഡിൻ്റെ ബിൽസ് പേയബിൾ, എസ് ലിമിറ്റഡിൻ്റെ ബിൽസ് പേയബിൾ 160 ഉണ്ട്. അതിൽ 45 ഹോൾഡിംഗ് കമ്പനിയുടെ ആണ്, ഹോൾഡിംഗ് കമ്പനിക്ക് കൊടുക്കേണ്ടതാണ്. ദെൻ 115 ഔട്ട്സൈഡേഴ്സിനും കൊടുക്കേണ്ടത്. സോ അവിടെ മ്യൂച്വൽ ഓയിങ്സ് 45. സോ 45 എവിടെയും കുറയണം? ബിൽസ് റിസീവബിൾ. കാരണം അത് ആർക്ക് കിട്ടാനുള്ളതാ? എച്ച് ലിമിറ്റഡിന്. ഈ 360 എന്ത് ചെയ്യണം? 360 എന്നാട്ടോ, 360 45 360 കുറയേണ്ടതാണ് 45. ഓക്കെ, നമ്മളത് ഒരുമിച്ച് കാണിച്ചാൽ മതി, എടുത്ത് പ്രത്യേകിച്ച് കാണിക്കൊന്നും വേണ്ട. ടെക്സ്റ്റിലും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. മ്യൂച്വൽ ഓയിങ്സ് 45. സോ 2802 ടോട്ടൽ ബാലൻസ് കിട്ടും. Then short term provisions. ക്ലാരിറ്റി വരുന്നില്ല, ഒരു മിനിറ്റ്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യട്ടോ, പറയാം. ഇതെല്ലാം ലൈൻ ബൈ ലൈൻ അഡീഷൻ ആണ്. ഷോർട്ട് ടേം പ്രൊവിഷൻ, എച്ച് ലിമിറ്റഡ് ബാലൻസ് ഷീറ്റുള്ള ടോട്ടൽ ചെയ്യുക. അതർ കറന്റ് ലൈറ്റ്, എച്ച് ലിമിറ്റഡ്, എസ് ലിമിറ്റഡ് ടോട്ടൽ ചെയ്യുക. ദെൻ പി പി അതേപോലെ തന്നെ ടോട്ടൽ ചെയ്ത് കാണിക്കുക എല്ലാം. ദെൻ ഇൻവെൻറ്ററീസ് കാണിക്കുക. ദെൻ ഇൻവെൻറ്ററീസ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഡിഡക്ട് ചെയ്ത് കാണിക്കണമെന്ന്. സോ ബാലൻസ് ഈ എമൗണ്ട് കിട്ടി. ദെൻ ട്രേഡ് റിസീവബിൾസിൽ 45 മ്യൂച്വൽ ഓയിങ്സ് ഉണ്ട്, അത് കാണിക്കുക. സോ അതിൻ്റെ ടോട്ടലും കിട്ടി. ക്യാഷ് ആൻഡ് ക്യാഷിനെല്ലാം കാണിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ.
ബോണസിൻ്റെ ഒരു എലമെൻറ്റും വരുന്നുണ്ട്. ദെൻ ഡിവിഡൻറ്റിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. ബോണസ് ഇഷ്യൂ ചെയ്ത് വെച്ചാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ കണ്ടുപിടിക്കുന്നത്. കാരണം ഓപ്പണിങ്ങിൽ എവിടെ വർക്കിംഗ് നോട്ട്, ഓക്കെ, ഓപ്പണിങ്ങിൽ ഷെയർസ് എത്ര നമുക്കറിയില്ല. 4800 വാല്യൂ ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്ലോസിങ്ങിനുള്ളത്. സോ അത് 5 ഷെയർസ് ഉള്ളവർക്ക് 3 ഷെയർ വെച്ച് കൊടുക്കുകയാണ്. സോ ക്ലോസിങ്ങിൽ 8 ആയിരിക്കും. സോ 5ഉം 3ഉം വെച്ച് വന്നാൽ എത്രയെന്ന് കണ്ടുപിടിക്കുക. സോ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ചെയ്യണത് 180 lakh ഷെയർസ് ആണ് അക്വയർ ചെയ്യുന്നത്. ഓപ്പണിങ്ങിൽ എത്ര ടോട്ടൽ ഷെയർസ് ഉണ്ട്? 300 ഷെയർസ് ഉണ്ട്. സോ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? 60% കണ്ടുപിടിക്കുക. സോ ബോണസ് 1800 കിട്ടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ബോണസ് പിന്നെ ഇഷ്യൂ ചെയ്യുന്നത് ജെൻഡർ റിസർവ് ഓപ്പണിംഗ് ബാലൻസ് വെച്ചാണ്, ക്ലോസിംഗ് ബാലൻസ് വെച്ചല്ല. സോ പോസ്റ്റ് അക്വിസിഷൻ ആണെങ്കിൽ അവിടെ ബോണസ് എന്ത് വന്നാണ്? റവന്യൂ ആയിട്ട് വന്നാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ബോണസ് എടുത്തിരിക്കുന്ന ക്യാപിറ്റലാ. ഇവിടെ 6 വന്നേനെ. എപ്പോൾ? അത് പോസ്റ്റ് അക്വിസിഷൻ ജനറൽ റിസർവ് വെച്ച് എടുത്തിരുന്നെങ്കിൽ. ഇവിടെ ജനറൽ റിസർവ് ഓപ്പണിംഗ് ബാലൻസിൽ യൂട്ടിലൈസ് ചെയ്താണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ വന്നത്. ഇത്രയുള്ള ഈ ക്വസ്റ്റ്യനിലെ അഡ്ജസ്റ്റ്മെന്റ്. ദെൻ മ്യൂച്വൽ ഓയിങ്സ് ബിൽസ് പേയബിളിൽ 45 മാത്രമേ ഹോൾഡിംഗ് കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ അത് മാത്രം മ്യൂച്വൽ ഓയിങ്സ് 45 ബിൽസ് പേയബിളിൽ നിന്ന് കുറയ്ക്കുക, ബിൽസ് റിസീവബിളിൽ നിന്നും കുറച്ച് കാണിക്കുക. ദെൻ ഡൗൺ സ്ട്രീം ട്രാൻസാക്ഷൻ എച്ച് ലിമിറ്റഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അവിടെ വരുന്നുണ്ട്. അത് ഇൻവെന്ററിയിലും കുറച്ച് കാണിക്കുക. ദെൻ കൺസോളിഡേറ്റഡ് പി ആൻഡ് എൽ വർക്ക് നോട്ട് 8ലും കുറച്ച് കാണിക്കുക പി ആൻഡ് എല്ലിൽ നിന്ന്. ദെൻ ജനറൽ റിസർവും പി ആൻഡ് എൽ ഡിവൈഡ് ചെയ്ത രീതി അത് എങ്ങനെയാണ്? 720 ആണ് വർക്ക് നോട്ട് 8ലേക്ക് പോകുന്നത്. അതിൽ ജനറൽ റിസർവ് 180 എത്രയുണ്ട്? 180 60% ഹോൾഡിംഗ് ആണ്. അത് ജനറൽ റിസർവിലേക്ക് ആ എമൗണ്ട് 180 × 60% ആണ്. ദെൻ ബാലൻസ് എമൗണ്ട് എത്രയിലേക്കും പോകും? പി ആൻഡ് എല്ലിലേക്കും പോകും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഡൗട്ട്സ് എന്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദെൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.